പുതിയൊരു പറവൂർ എന്ന ലക്ഷ്യത്തോടെ പറവൂരിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി ഗോകുൽദേവ് മത്സരരംഗത്ത്. പുത്തൻവേലിക്കര സ്വദേശിയായ ഗോകുൽദേവ് ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ ജനകീയ വികസന മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായി ജി ഗോകുൽദേവ് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയും പൊതുപ്രവർത്തന രംഗത്ത് കടന്നുവന്ന തനിക്ക് പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. 19 വർഷത്തെ പൊതുപ്രവർത്തനവും ജനങ്ങളുടെ പിന്തുണയുമാണ് തന്റെ ശക്തിയെന്നും ഗോകുൽദേവ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പറവൂർ നിയോജക മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് അറുതി വരുത്താനും ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള സമഗ്രമായ പുരോഗതി ഉറപ്പാക്കാനും പുതിയൊരു പറവൂർ എന്ന ലക്ഷ്യവുമായി താൻ ഇക്കുറി ജനവിധി തേടുന്നത്. പറവൂരിന്റെ സമകാലീന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള കർമ്മ പദ്ധതികളാണ് ഗോകുൽദേവ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനകീയ വികസന മുന്നണി എന്ന ഒരു മുന്നണി രൂപീകരിച്ച് ജില്ലാതലത്തിൽ ആ മുന്നണിയുടെ പ്രവർത്തകനായും അതിൻ്റെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് ആണ് സ്ഥാനാർത്ഥിയായി ഇവിടെ നിശ്ചയിക്കപ്പെട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ മുന്നണി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം, ഞാൻ മുൻപ് CPIയുടെ പ്രവർത്തനമായിരുന്നു. CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു പ്രവർത്തനമാണ്. CPIയിൽ കഴിഞ്ഞ സമ്മേളനങ്ങൾക്ക് ശേഷം നിരവധിയായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഭാഗീയതയ്ക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊട്ടൊക്കെ വിവിധ ഭാഗങ്ങളിൽ ആ വിഭാഗീയതയുടെ ഇരകളാക്കപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകരും ശാഖകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം പ്രധാനമായും എടുത്തത്. ഇവിടെ പാലക്കാട് CPIയുടെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ സേവ് CPI ഫോറം എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കി അവിടെ ഒരു കൂട്ടായ്മ നിലകൊള്ളുന്നു. പിന്നെ എറണാകുളം ജില്ലയിലേക്ക് വരുന്ന എറണാകുളം ജില്ലയിൽ ജനകീയ വികസന മുന്നണി എന്നൊരു മുന്നണിയാണ് രൂപീകരിക്കപ്പെട്ടുള്ളത്. ആ മുന്നണി ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരെ മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് മത്സരിക്കുന്നത്. ഈ മത്സരത്തിൽ തീർച്ചയായും ഒരു പ്രതിഷേധമുണ്ട്. പ്രതിഷേധം മാത്രമല്ല, ഈ മത്സരം വിജയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മത്സരം കൂടിയാണ്. അപ്പോൾ ഇത് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള ആരോപണങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് UDFകാരുണ്ട്, LDFകാരുണ്ട്. ആ ആരോപണങ്ങൾ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര സൈബർ ആക്രമണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. UDFനെ സ്ഥാപിച്ചെടുക്കേണ്ടത് ഞാൻ LDFന്റെ റിബൽ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. LDFനെ സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നത് ഞാനിവിടെ VD സതീശന്റെ പണം പറ്റി മത്സരിക്കുന്ന ആളാണെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ഒരു സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തുന്ന ചിത്രീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിലുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, വ്യക്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അതിൽ UDFനെയും LDFനെയും ഒരുപോലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എതിർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം വ്യക്തമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എതിർത്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പുതിയൊരു പറവൂർ എന്ന വികസന സ്വപ്നം, ഈ നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ പറവൂരിലെ പ്രിയപ്പെട്ട എൻ്റെ സമ്മതിദായകകളായി പറയാനുള്ളത്, ഞാൻ പറവൂരിലെ പുത്തൻവേലിക്കര എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പറവൂരിലെ ഇവിടുത്തെ നിലവിൽ നിൽക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഇവിടുത്തെ ആവശ്യമായിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ഒരു അവബോധം നിലവിലുണ്ട്.
ഇവിടെ തീർച്ചയായും പറവൂരിലെ ഒരു MLA ആയി വിജയിച്ചു വന്നാൽ പറവൂരിലെ ജനതയുടെ ഒപ്പം നിന്ന് അവരുടെ വികസന സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് എനിക്ക് പ്രധാനമായി നൽകാനുള്ളത്. എല്ലാവരും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഒരു അടയാളം എന്നെ മന്ത്രിച്ച ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ഗീതമായി അഭ്യർത്ഥിക്കാം. Please like, follow, and subscribe our channels. Thank you.